ഹലോ, വ്യത്യസ്ത തരം ബിയറിംഗുകളെ ഡിസ്മാന്റിലിംഗ്, അസംബ്ലിംഗ്, ഫംഗ്ഷനാലിറ്റി പരിശോധന എന്നിവയെക്കുറിച്ചുള്ള സെഷന്റെ 1ാം ഭാഗത്തിലേക്ക് സ്വാഗതം. ഈ സെക്ഷന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഈ സെക്ഷന്റെ അവസാനം നിങ്ങൾക്ക് ഇവ ചെയ്യാനാകും. പെഡസ്റ്റൽ ബ്ലോക്കിൽ നിന്ന് ഒരു ഷാഫ്റ്റ് ഡിസ്മൗണ്ട് ചെയ്യുക. പെഡസ്റ്റൽ ബ്ലോക്കിൽ ഒരു ഷാഫ്റ്റ് മൗണ്ട് ചെയ്യുക. പെഡസ്റ്റൽ ബ്ലോക്കിൽ നിന്ന് ഒരു ഷാഫ്റ്റ് ഡിസ്മൗണ്ടും മൗണ്ടും ചെയ്യാൻ ആവശ്യമായ ഉപകരണങ്ങളും വസ്തുക്കളും: ബുഷ് ബെയറിംഗ്, റിംഗ് സ്പാനർ, ക്ലീനിംഗ് ബ്രഷ്, കെറോസിൻ, ബാനിയൻ ക്ലോത്ത്, ബെഞ്ച് വൈസ്, ഫ്ലാറ്റ് ഫയൽ, ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ, ഹാമർ, safety goggles, gloves. ഇനി പെഡസ്റ്റൽ ബ്ലോക്കിൽ നിന്നും ഒരു ഷാഫ്റ്റ് എങ്ങനെ ഡിസ്മൗണ്ടും മൗണ്ടും ചെയ്യാമെന്ന് നോക്കാം. പരിക്കുകൾ തടയുന്നതിനും സുരക്ഷിതമായ വർക്ക് എൻവിറോൺമെന്റ് ഉറപ്പാക്കുന്നതിനും ബുഷ് ബെയറിംഗ് ഡിസ്മാന്റിൽ ചെയ്യുമ്പോൾ സേഫ്റ്റി ടൂൾസ് ധരിക്കുന്നത് ഉറപ്പാക്കുക. ആദ്യം ശരിയായ റിംഗ് സ്പാനർ ഉപയോഗിച്ച് ബ്ലോക്കിന്റെ ക്യാപ്പ് ഡിസ്മാന്റിൽ ചെയ്യുക. നീക്കം ചെയ്യാൻ ഇടതു കൈകൊണ്ട് ഷാഫ്റ്റ് പിടിക്കുക. വലതു കൈകൊണ്ട് നട്ടുകൾ ലൂസ് ചെയ്യുക. ക്യാപ്പിനൊപ്പം ടോപ്പ് ഷെൽ നീക്കം ചെയ്യുക. തുടർന്ന് ഷാഫ്റ്റും ബോട്ടം ഹൗസിംഗും നീക്കം ചെയ്യുക. ഇപ്പോൾ ഷെൽസ്, ക്യാപ്പ്, ഷാഫ്റ്റ് സീറ്റിംഗ് എന്നിവ അതായത് ജേർണലും ബോട്ടം ഹൗസിംഗും ചെറിയ ബ്രഷ് ഉപയോഗിച്ച് കെറോസിൻ കൊണ്ട് നന്നായി വൃത്തിയാക്കുക. എല്ലാ കമ്പോണന്റും വൃത്തിയാക്കിയ ശേഷം വൃത്തിയുള്ള ബാനിയൻ തുണി ഉപയോഗിച്ച് തുടയ്ക്കുക. കമ്പോണന്റ് തുടയ്ക്കാൻ കോട്ടൺ വേസ്റ്റ് ഉപയോഗിക്കരുത്. ഇപ്പോൾ ഷെല്ലുകൾ, ജേർണലുകൾ എന്നിവ ഏതെങ്കിലും ഡാമേജ്, സ്കോറിംഗ് മാർക്ക് എന്നിവ ഉണ്ടോ എന്നറിയാൻ പരിശോധിക്കുക. കൂടാതെ ക്യാപ്പ്, ബോട്ടം ഹൗസിംഗ്, ഫാസ്റ്റനിംഗ് ബോൾസ്, നട്ട്സ് എന്നിവയും ഏതെങ്കിലും ഡാമേജും വിയറും ഉണ്ടോ എന്ന് പരിശോധിക്കുക. കമ്പോണൻസിൽ ഏതെങ്കിലും കേടുപാടുകൾ സംഭവിച്ചാൽ അസംബ്ലിംഗ് ചെയ്യുന്നതിന് മുമ്പ് അവയെ പുതിയൊരെണ്ണം ഉപയോഗിച്ച് മാറ്റി സ്ഥാപിക്കുക. ബോട്ടം ഹൗസിൽ ക്യാപ്പ് ഉറപ്പിച്ചുകൊണ്ട് ബെയറിംഗ് ബോറിന്റെ ഒവാലിറ്റി പരിശോധിക്കുക. ഒവാലിറ്റി നീക്കം ചെയ്യാൻ ഫാസ്റ്റനിംഗ് ബോൾട്ടുകൾ അൺസ്ക്രൂയിങ് ചെയ്തുകൊണ്ട് ക്യാപ്പ് നീക്കം ചെയ്യുക. ക്യാപ്പ് ബെഞ്ച് വൈസിലേക്ക് പിടിച്ചുകൊണ്ട് ഒവാലിറ്റിക്ക് കോമ്പൻസേറ്റ് ചെയ്യാനായി ഫ്ലാറ്റ് ഫയൽ ഉപയോഗിച്ച് ബെയറിംഗ് ക്യാപ്സുകൾ തുല്യമായി ഫയൽ ചെയ്യുക.
തുടർന്ന് ബിയറിംഗ് ബാക്കിന്റെ 2 പകുതികളും ഒരുമിച്ച് യോജിപ്പിക്കുക. ബോൾട്ടുകൾ ഘടിപ്പിക്കുമ്പോൾ ലോഡ് എടുക്കേണ്ടത് ഷെല്ലുകളല്ല, ക്യാപ്സുകളാണെന്ന് ഓർമ്മിക്കുക. ഇപ്പോൾ ഷെല്ലുകൾ അവയുടെ ഹൗസിംഗിനുള്ളിൽ ഘടിപ്പിക്കുക. ഫിറ്റിംഗ് ശരിയാണെന്നും ഓയിൽ ഹോൾസ് ഹൗസിംഗുമായി അലൈൻ ആണെന്നും പരിശോധിക്കുക. ജേണൽ ഏരിയയ്ക്ക് ചുറ്റും മീഡിയം മാർക്കിംഗ് ഉപയോഗിച്ച് യൂണിഫോം കോൺടാക്റ്റിനായി ബോട്ടം ഷെല്ലിൽ വയ്ക്കുക. ബോട്ടം ഷെല്ലിൽ കളറിംഗ് മാർക്കിങ്ങിന്റെ എണ്ണം കൂടുതലാണെങ്കിൽ ഷാഫ്റ്റിന് ബോട്ടം ഷെല്ലുമായി ശരിയായ കോൺടാക്റ്റ് ഉണ്ടെന്ന് ഇത് സൂചിപ്പിക്കുന്നു. അല്ലെങ്കിൽ കൂടുതൽ കളർ മാർക്കിംഗ് ലഭിക്കാൻ ഷെൽ സ്ക്രേപ്പ് ചെയ്യുക. ഇനി ഫ്രിക്ഷൻ കുറയ്ക്കുന്നതിന് എല്ലാ ഭാഗങ്ങളും കറക്റ്റ് ഗ്രേഡ് ലൂബ്രിക്കന്റ് ഉപയോഗിച്ച് കോട്ട് ചെയ്യുക. തുടർന്ന് ബോട്ടം ഹൗസിംഗിൽ ജേണൽ സ്ഥാപിക്കുക. ഷാഫ്റ്റിൽ ടോപ്പ് ഷെല്ലും ക്യാപ്പും വയ്ക്കുക. അവസാനമായി റിംഗ് സ്പാനർ ഉപയോഗിച്ച് ഷാഫ്റ്റ് പിടിച്ചുകൊണ്ട് ബോൾട്ടുകൾ ടൈറ്റ് ചെയ്യുക. പെഡൽ ബ്ലോക്ക് മൗണ്ടിംഗ് ചെയ്ത ശേഷം വർക്ക് സ്പോട്ടിന് ചുറ്റുമുള്ള എല്ലാ ഉപകരണങ്ങളും എടുത്തു മാറ്റുക. ചർച്ച ചെയ്ത പ്രധാന പോയിന്റുകൾ നമുക്ക് പുനരുജ്ജീവനം ചെയ്യാം. ക്യാപ്പിനൊപ്പം ടോപ്പ് ഷെൽ നീക്കം ചെയ്യുക. ഷാഫ്റ്റും ബോട്ടം ഹൗസിംഗും നീക്കം ചെയ്യുക. എല്ലാ കോമ്പണന്റ്സും വൃത്തിയാക്കുക. വൃത്തിയുള്ള ബനിയൻ തുണി ഉപയോഗിച്ച് തുടയ്ക്കുക. ഫിറ്റ് ചെയ്യുമ്പോൾ ഓയിൽ ഹോളിലൂടെ അലൈൻമെന്റ് പരിശോധിക്കുക. എല്ലാ ഭാഗങ്ങളും കറക്റ്റ് ഗ്രേഡ് ലൂബ്രിക്കേറ്റ് ഉപയോഗിച്ച് ചെയ്യുക. പാർട്ടുകൾ സീക്വൻസിൽ അസംബിൾ ചെയ്യുക. അവസാനം ബോൾട്ടുകൾ ടൈറ്റൻ ചെയ്യുക. ഇതോടെ നമ്മൾ ഈ സെഷന്റെ അവസാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. വ്യത്യസ്ത തരം ബിയറിംഗുകളുടെ ഡിസ്മാന്റിലിംഗ്, അസംബ്ലിംഗ്, ഫംഗ്ഷനാലിറ്റി പരിശോധന എന്നിവയെക്കുറിച്ച് സെഷന്റെ 1ാം ഭാഗത്തെക്കുറിച്ച് നിങ്ങൾക്ക് നല്ല ധാരണ ലഭിച്ചിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത സെഷനിൽ വീണ്ടും കാണാം.